അപ്പോൾ ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വേണ്ടി സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇത് April 4th എടുത്തതാണ്. കുറേ ലേറ്റായി ഇത് എഡിറ്റ് ചെയ്തിടാൻ, കാരണം കുറച്ച് ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് സൗണ്ടൊക്കെ കൊടുത്ത് വരുമ്പോഴേക്ക് ഇത്തിരി ലേറ്റായി. ഇപ്പോൾ ഇന്ന് എൻ്റെ 10th സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാൻ ലീവ് എടുത്തതാണ്. സോ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പ്. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു കുട്ടി ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ പോവാണ്. നമ്മൾ ഏകദേശം എത്താനായി. നല്ല വെയിൽ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ എത്താനാവാനായി. സോ നമ്മൾ സെൻട്രൽ കഫേയിൽ പോവാണ്. ഇന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇവിടെ നിന്ന് കഴിക്കാറ് മൈസൂർ ഭവൻ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അവിടേക്ക് പോവാണ്. അവിടെ ടിഫിനൊക്കെ ഉണ്ട്. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ലൈക്ക് ലൈവിലെന്തോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം. ഓക്കെ. അപ്പോൾ സിംഗപ്പൂർ പിന്നെ അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് തുറന്ന ലുലുവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ സെൻട്രൽ കഫേ വരുന്നത്. എപ്പോഴും ഇവിടെ കയറണം എന്നായിരിക്കും, പക്ഷേ കയറാൻ പറ്റാറില്ല. അപ്പോൾ ഡ്യുവലിക്സ് ടിഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സൈഡിൽ സീറ്റ് പിടിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇതേ സെയിം ആയിട്ടുള്ള ഇതുപോലത്തെ. ചേച്ചിക്ക് അപ്പോൾ ഉഴുന്നുവട മതി എന്ന് പറഞ്ഞു. പക്ഷെ ഉഴുന്നുവട ഭയങ്കര ഓയിലി ആയിരുന്നു. ഇതാണ് എൻ്റെത്. ഇത് ബോണ്ട ആൻഡ് ഇത് കട്ട്ലേറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കട്ട്ലേറ്റിനെ കാണുന്നത്. ആൻഡ് ഇത് വീണ്ടും ഉഴുന്നുവട. ആൻഡ് ഇത് മസാല ദോശയാണ്, സ്പെഷ്യൽ മസാല ദോശ. ആൻഡ് സാമ്പാർ. അതേപോലെ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് ഞാൻ അറിഞ്ഞില്ല മസാല. അത് എയറിലിട്ട പോലെ ഇങ്ങനെ ആടുമായിരുന്നു. മസാല ഉണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ബോണ്ട കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. നല്ല ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബോണ്ട സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം അടുത്തതായിരുന്നു കട്ട്ലേറ്റ്. എനിവേ പുതിയൊരു ടൈപ്പ് ഓഫ് കട്ട്ലേറ്റ് ആയിരുന്നു. കഴിച്ച് നോക്കിയപ്പം അത് കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ്. പക്ഷെ ഉഴുന്നുവടയായിരുന്നു നല്ല എണ്ണ നിറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ചട്നിയിൽ കൂട്ടി തന്നു. എനിക്ക് ഈ വൈറ്റ് ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാമ്പാറും മറ്റേതൊന്നും തൊട്ടില്ല. അതിന് ശേഷം മസാല ദോശയുടെ സ്പെഷ്യൽ മസാല ദോശ. അതിലെന്തൊക്കെയോ അവർ തേച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. അത് കഴിച്ചപ്പോഴും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഒരു കോഫി കുടിച്ചു. ആൻഡ് ഇവിടുത്തെ ഫുഡ് വന്നിട്ട് ബിലോ ആവറേജ് ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉഴുന്നുവടയിലൊക്കെ അടുത്തൊരു ഉഴുന്നുവടയുടെ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ച് പോക്കി. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ അതിൽ കൂടെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ അൻസ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഫുൾ പുറത്തു നിന്ന് തന്നെ വിചാരിച്ചു. ആൻഡ് ബസ് കയറുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ അൻസ ഗാലറിയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അൻസ ഗാലറിയിലൊക്കെ വന്നിട്ട് കുറേ മുന്നേ വന്നതാണ്. എനിക്ക് ഇവിടെ എന്തോ വരാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഒന്ന് വന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ ഫസ്റ്റ് ഞങ്ങൾ കുറേ ഹോം അപ്ലയൻസസ്, ഫുൾ വാഷ് ബേസിൻ, ബാത്ത് ടബ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളത് ഫുള്ള് നോക്കായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീടൊക്കെ വയ്ക്കല്ല, അപ്പോൾ ഒന്ന് കണ്ടു വച്ചേക്കാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഞങ്ങൾ ആ സമയം ഫുൾ അവിടെ ചിലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ വാഷ് ബേസിൻ, സിങ്ക്, ടൈൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചത് കാണാൻ. ആൻഡ് കുറേ ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ്, ഓവൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡോറ് നമുക്ക് എങ്ങനെ തുറക്കാമെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് ഡോറുകളുണ്ട്. നമുക്ക് തുറന്നാൽ അതിൻ്റെ അപ്പുറത്തും ഒരു ഡോറിനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഡോറുകളുണ്ട്, കുറേ കാണാനും ഉണ്ട്. ഞങ്ങൾ ആ ദിവസം പോയിട്ട് ഞങ്ങൾക്ക് കണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും. കുറേ ലൈറ്റുകളുണ്ടായിരുന്നു, കുറേ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇതുപോലെ ഔട്ട്ഡോർ ലൈറ്റ് ഉണ്ട്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റഡി ടേബിളിനൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ കുറേ പൂച്ചേനെ കണ്ടു, ലൈക്ക് പൂച്ചയുടെ ടെഡി ബിയർ പോലെ പൂച്ചയുടെ ടെഡി അത് കണ്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കുറേ എവിലൈൻ്റെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ, കുറേ കീ ചെയിൻസ്. അതും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ അവിടുന്ന് കുറേ നോക്കി കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന്
രാവിലത്തെ കഴിച്ച് ബസ്സിൽ നിന്ന് ഇവിടെ എത്തി. ഇവിടെ കുറേ നേരം നോക്കി. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് 10th. അത് ഞാൻ ലീവ് എടുത്തു. കാരണം ഇന്ന് നോട്ട്ബുക്കൊക്കെ വാങ്ങണം. ഇന്നലെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ടുപോകണം. പിന്നെ വൈകുന്നേരം എന്തായാലും വാങ്ങും. അപ്പോൾ ഞങ്ങൾ ഇനി പോണത് ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ചക്കത്തെ നല്ല വിശപ്പ്. പോണ വേറെ എവിടെയല്ല, നമ്മൾ സ്വന്തം അവിടെ നിന്ന് പോയി ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. ബസ്സിൽ പോകണുണ്ടോ? സോ ഇനി ബസ്സിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഞാൻ എപ്പോഴും ബസ്സിൽ കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ മറന്നു പോകും. ബസ് കയറും, ഇരിക്കും, കുറച്ച് നേരം പാട്ട് കേൾക്കാനാണ് എൻ്റെ മെയിൻ ഹോബി. ബസ് കയറിയാൽ അങ്ങനെ ഹെഡ്ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇരുന്നു പോയി. അങ്ങനെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ നമ്മുടെ സ്വന്തം കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മുകളിലൊക്കെ ആസ് യൂഷ്വൽ ഞങ്ങൾ മുകളിൽ പോയിരുന്നു. ഞാൻ കൈ കഴുകി. പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈ കോഴിക്കോടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. ആൻഡ് കോഴിക്കോടിൽ തന്നെയാണ് ഈ കേഗിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ അബുദാബി, ദുബായ്, ബഹ്റൈൻ എല്ലാം ഉണ്ട്. കേഗിൽ ബഹ്റൈനിൽ, ദുബായിലേ ഉള്ളൂ. കേഗിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇല വന്നു. അച്ഛനും അമ്മയും കൈയൊക്കെ കഴുകി വന്ന് ഇരുന്നു. ആൻഡ് ബാക്കി ഐറ്റംസൊക്കെ ഇലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ആൻഡ് പപ്പടം ഉണ്ടായിരുന്നു. ആൻഡ് ബിരിയാണി വന്നു. ഞങ്ങൾ തുടങ്ങി. ആൻഡ് പിന്നെ കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ അറിയില്ല, രാവിലെ അത് കഴിച്ചോണ്ടാണോന്ന് അറിയില്ല, വിശപ്പേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും ഞാൻ പതുക്കെ നിർത്തി. ഞാൻ പാക്ക് ചെയ്തെടുത്തു, കാരണം എനിക്ക് തീരെ പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജീരകമുട്ടായൊക്കെ പിടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ ബസ്സിൻ്റെ കയറുന്ന വീഡിയോ എടുത്തു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് നേരെ ബസ് ടെർമിനലിലേക്ക്, ബനാമ ബസ് ടെർമിനലിൽ വന്നു. ആൻഡ് ബസ്സിൽ കയറി. ഇത് കാർഡിൽ പൈസ ഉണ്ട്. അപ്പോൾ അതിൽ പൈസ ഇട്ടിട്ട് നമ്മൾ കാർഡിൽ നിന്നാണ് എടുത്തിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. നമ്മൾ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ബുദയ്യ ബീച്ചിലെത്തിയിരിക്കുന്നു. നല്ല ഇറക്കം. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടു കുറച്ചേരൊക്കെ ബസ്സിലിറങ്ങി. അത്യാവശ്യം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരാൻ. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു വലിയ ബോട്ടിൽ വെള്ളം, അതേപോലെ ഒരു 7up വാങ്ങി. ഞാൻ അവിടെ പോയി. അയ്യോ, എൻ്റെ കൊടക്കാരി ഫ്രണ്ട് പോകണം. ഞാൻ ബാക്കിൽ വീഡിയോ എടുക്കാൻ വന്നാണ്. ഇവിടെ ബീച്ചും പാർക്കും ഉണ്ട്. അപ്പോൾ ബീച്ചിൽ പോവാതെ പാർക്കിൽ കുറച്ച് നേരം ഇരിക്കാച്ചു. അങ്ങനെ നടന്നു പോകുന്ന ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളൊരു വലിയ മരത്തുമ്മിൽ കുറേ മൾബറി കണ്ടു. ഞങ്ങൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് തൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. ആർക്കും വേണ്ട കിടക്കലെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പറിച്ചു. ഞങ്ങളൊരു കവറിലിട്ട് ഞങ്ങളത് ഇങ്ങോട്ട് എടുത്തു. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് ലേക്ക്. ആൻഡ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ബീച്ച് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർ. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതുപോലെ സെറ്റിലായി. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വെച്ചു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മൾബറി. നല്ല ബ്ലാക്ക് കളറും നല്ല മൾബറി ആയിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾബറി. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് മുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ ആ ചെടി വെട്ടിയപ്പോൾ പിന്നെ മൾബറിനെ കഴിച്ചിട്ട് കുറേ ആയി. ഞാൻ കഴിച്ചതിന് കയ്യും കണക്കുമില്ല. ഞാൻ ആ കവറത്തെ കുറേ കഴിച്ചു. ഞാൻ അച്ഛനും ഇടയ്ക്ക് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള മൾബറി ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ചിലതൊന്നും ആവാത്തതുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനത്തെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഇരുടായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്. അപ്പോഴും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പാക്ക് ചെയ്ത ബിരിയാണി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഞാനും അമ്മയും മാത്രമേ കഴിക്കുന്നുള്ളൂ. ചേച്ചിക്ക് അച്ഛനും വേണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ പെട്ടെന്ന് ബിരിയാണി കഴിക്കുമ്പം നമുക്കൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ആ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും ഒരു ബസ് കയറി. മനാമ ബസ് ടെർമിനലിൽ തന്നെ വീണ്ടും എത്തി. ആൻഡ് ആ സമയം ഞങ്ങൾ ബീച്ചിലെ വാഷ്റൂമിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ഫ്രോക്കാണ് ഇട്ടത്. ഞങ്ങൾ അടുത്ത ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മ ഉണ്ട്. ആ ചേച്ചിയും ഒരു ഫ്രോക്കാണ് ഇട്ടത്. ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് മാറ്റി ഫുൾ കമ്മലും ഒക്കെ ഞാൻ മാറ്റി കേട്ടോ. ഫുൾ മാറ്റി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ രസം അതിന് വേണ്ടി മാറ്റിയതാണ്. അപ്പോൾ ചേച്ചി ഇതായിരുന്നു ഇട്ടത്. ഞങ്ങൾ വീണ്ടും ബസ് കയറി. അപ്പോൾ ബസ്സിലിരിക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചേച്ചിയും. പിന്നെ ഇത് എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ വീണ്ടും വൻസ ഗാലറിയിലേക്ക് വന്നതാണ്. കാരണം ഞങ്ങൾക്ക് കേക്കും പിന്നെ അതേപോലെ നോട്ട്ബുക്കും വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്.
അപ്പോൾ രാത്രി അത്യാവശ്യം നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വന്നത്. നേരത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഇപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങൾ ബുക്കും അതേപോലെ കേക്കും വാങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇത് കുറേ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് ലൈക്ക് ഞാൻ എഴുതി വെച്ചിട്ട് ഞാനത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തരുമല്ലോ, ആ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഏതൊക്കെ ബുക്ക് വേണമെന്ന് ഫുള്ള് എടുത്തു. ഞാൻ കുറേ ടൈം അവിടെ പോയി ഞങ്ങൾ ഓരോ ബുക്കും നോക്കി എടുക്കാൻ. പിന്നെ നമ്മൾ ഹോട്ട് ഗണ്ണിൽ ഇടാനുള്ള ഗ്ലൂ സ്റ്റിക്ക് അതും വാങ്ങിച്ചു, ഒരു 3 എണ്ണം. ആൻഡ് അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കേക്കിൻ്റെ അവിടേക്ക് വന്നു. പിന്നെ കൺഫ്യൂഷനായിരുന്നു 3 കേക്ക് വെച്ചിട്ട് ഏത് ഡിസൈനാണ് രസം. ഇതായിരുന്നു 3 എണ്ണം. ഈ ഫസ്റ്റ് കാണിച്ചതാണ് ഞങ്ങൾ എടുത്തത്, അതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഡിസൈനൊക്കെ. അപ്പോൾ ഈ കേക്ക് എടുത്തു ആൻഡ് വീട്ടിൽ വന്നു. നേരെ വീട്ടിലേക്കാണ് അന്ന് തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ആൻഡ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അപ്പം തന്നെ രാത്രി തന്നെ കഴിച്ചു. പിന്നെ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിലിനി പേരെഴുതി ഫില്ല് ചെയ്ത് നോട്ട് കുറച്ച് എഴുതാനുണ്ട്. ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു, സെക്കൻഡ് ഡേ തന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട്. അപ്പോൾ നോട്ട് ചെയ്യുന്നതും എല്ലാം കാണിക്കാം. ആൻഡ് ഡയറിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫില്ല് ചെയ്യണം. ഡയറിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലേക്ക് പോകാം. സോ നമ്മൾ ഇതാണ് വാങ്ങിച്ച ബുക്ക്. ഇത് 100 പേജിലൊരു സെറ്റ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് 100 പേജിൻ്റെ 6 ബുക്ക്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് നെയിം, സ്കൂൾ, ക്ലാസ്, സബ്ജക്റ്റ് ഒക്കെ എഴുതണം. അതൊക്കെ നമ്മൾ ചേച്ചിയാണ് തരുന്നത്. ഞാൻ അത്ര എഴുതുന്നതിൽ എക്സ്പെർട്ട് അല്ല. അപ്പോൾ ഇത് 40 പേജിൽ ചെറിയ ബുക്കാണ്, പ്രാക്ടിക്കലിന്. പിന്നെ 2 നേച്ചർ സ്റ്റഡി, കമ്പോസിഷൻ, ബയോളജി. അപ്പോൾ ഇതിനൊക്കെ പേര് എഴുതാൻ പോകണം. ഇങ്ങനെ ഇതിനെ പുറത്തൊരു കവറിങ്ങുണ്ട്. സോ ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ എഴുതും. സെൻഡ് ചെയ്ത പേജ് എഴുതണം. അങ്ങനെ ടീച്ചർ ഗ്രൂപ്പിൽ ഡയറി ഫില്ല് ചെയ്യാനുള്ള പേജസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യലായിരുന്നു എൻ്റെ അടുത്ത പണി. കുറേ പേജ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് മെഡിക്കൽ റെക്കോർഡും അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഡയറി എല്ലാം ഫില്ല് ചെയ്തു. ബാക്കിൽ കുറച്ച് പേജൊക്കെ ഫില്ല് ചെയ്യാൻ ടീച്ചർ ഗ്രൂപ്പിൽ അയച്ചത്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. ആർട്ട് എഡ്യൂക്കേഷൻ്റെത് ഫില്ല് ചെയ്യാൻ പറഞ്ഞതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയുള്ള ഡയറീനെ ബേസ് ചെയ്തിട്ട് ഇനി ഈ നമ്മൾ പേരെഴുതി വെച്ച് ഈ ബുക്സിലൊക്കെ ഇൻഡെക്സ് വരയ്ക്കണം. അങ്ങനെ ഈ ഇംഗ്ലീഷ് നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് കുറേ എഴുതി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇതെല്ലാം ഇൻഡെക്സ് എല്ലാം വരച്ച് അതൊക്കെ എഴുതി. കുറച്ചുണ്ടായിരുന്നു കേട്ടോ എഴുതാൻ, ഹോംവർക്കും അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല കുറേ എഴുതാനുണ്ടായിരുന്നു. കെമിസ്ട്രി ഉണ്ടായിരുന്നു, ഫിസിക്സ് ഉണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു, ഇനിയൊന്നും ഇല്ലാത്തതായിട്ടില്ല, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. നാളെ അപ്പോൾ സ്കൂളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.